You're watching Hindu Yugam TV. കേരളത്തിന്റെ വ്യോമഗതാഗത രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന നിർദ്ദേശവുമായി വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ CN വിജയകൃഷ്ണൻ രംഗത്തെത്തി. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സഹകരണ മേഖലയിലൂടെ കെ-ഫ്ലൈറ്റ് വിമാന സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശനുമായും സഹകരണ വകുപ്പ് മന്ത്രി M ലിജുവുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ പദ്ധതിക്ക് അനുകൂല പ്രതികരണം ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റായ ബിജോയ് ചെറിയാനും പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ വിശദീകരിച്ചു. 200 സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്തത്തോടെ 400 കോടി രൂപ സമാഹരിച്ച് കേരളത്തെയും ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 400-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കാനും പദ്ധതിക്ക് കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനി വാർത്താസമ്മേളനത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്കും CN വിജയകൃഷ്ണന്റെ പ്രതികരണങ്ങളിലേക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പൈലറ്റുമാരുടെ ശമ്പളത്തിൽ കുറവ് വന്നത്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരിക, അവർക്കൊരു ജോലി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക, അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കഴിയും. ഇതെന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടീനെ തന്നെ സെക്കൻഡ് ഓഫീസറായിട്ട് നമുക്ക് ഇടാം. അവൻ ഓസ്ട്രേലിയയിൽ പോകണ പൈസ ഒരു കോടി വെച്ചാൽ ഇവിടെ ഒരു 25 ലക്ഷം റുപ്യന്റെ ഫീസായിട്ട് അടയ്ക്കട്ടെ. അങ്ങനെ ആലോചിക്കാം. ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. സഹകരണ വകുപ്പ് നേരത്തെ CMയുടെ കയ്യിൽ ഉയർന്ന കാലം വരെ ഉണ്ടായിരുന്ന, അതപ്പം മാറ്റി കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. ഈ സഹകരണ വകുപ്പ് CMയുടെ കയ്യിൽ നിന്ന് പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഉണ്ടോ? അത് മാത്രമല്ല, CMB വളരെ ഭംഗിയായിട്ട് എത്രയോ കാലമായി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണ്. CPO കൊടുത്തിരിക്കുന്ന KSRTC ഒക്കെ ആണല്ലോ. ഇതൊക്കെ കേരളത്തിലുള്ള വകുപ്പുകളല്ലേ. നിങ്ങൾ ഒരു സാധനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിലാണ് പ്രശ്നം. NV രാഘവനെ കൊടുത്തത് ആരും എടുക്കാനില്ലാത്ത സഹകരണ വകുപ്പും തുറമുഖ വകുപ്പാണ്. ഇപ്പം മുഖ്യമന്ത്രി വിടുന്നില്ല തുറമുഖ വകുപ്പ്. മനസ്സിലായ NV രാഘവനാണ് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത്. അതിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് തിരുവിതാംകൂർ രാജാവാ. 1905 അദ്ദേഹം ഉണ്ടാക്കിയ പ്ലാനാണ്. പിന്നീട് അത് കണ്ടെത്തുന്നത് NVR ആണ്. പിന്നീട് അതിന്റെ അവസാനത്തെ ഒപ്പിടുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ ആ വിഴിഞ്ഞം പോർട്ട് ആ സമയത്ത് നമുക്ക് അത് കിട്ടുന്നത് ആരും എടുക്കാനില്ലാത്ത സമയത്ത്. അതുകൊണ്ട് ജോണിന് കിട്ടിയ വകുപ്പ് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ ആഗ്രഹിക്കാം. ആരും തരണ്ടേ. അടുത്ത വീട്ടിലൊരു കുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച ആ കുട്ടീന്റെ അച്ഛനും അമ്മയും തരട്ടെ, നമുക്ക് കല്യാണം കഴിച്ചു തരട്ടെ. ആഗ്രഹിക്കുക. ആ കുട്ടീന്റെ അച്ഛനും അമ്മയും കൂടി വിചാരിക്കണം. അതുകൊണ്ട് UDF വിചാരിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ തരണം. ഞങ്ങളെ കയ്യിൽ ഏത് വകുപ്പ് വന്നാലും ഞങ്ങൾ വിജയിപ്പിക്കുന്ന അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെറുതായിട്ടൊന്നും കാണണ്ട. ട്രാൻസ്പോർട്ട് വലിയ വിജയമായിരിക്കും. അത് നിങ്ങൾ കാണാൻ പോകണം. സഹകരണ വകുപ്പിന്റെ സഹകരണ വകുപ്പ് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 10,000 കോടി പോകും. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ ഗുസ്തി പിടിക്കാൻ പോകരുത്. നമ്മൾ NCDC ത്രൂ ഒരു 10,000 കോടി രൂപ കിട്ടിയാലേ നമുക്ക് ഇന്നുള്ള പല കാരണങ്ങളാലാണ് സഹകരണ മേഖലയിലുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. കള്ളന്മാരൊരു നേരെ കയറി മറ്റു പലതും വന്നിട്ടുണ്ട്. അതായത് കോവിഡ് വന്നതിന്റെ ഭാഗം. പിന്നെ വെച്ചാൽ ഈ ലോൺ എടുത്തവർക്കൊക്കെ വിചാരം എന്താ വെച്ചാൽ പൈസ തിരിച്ചടക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഒരു ഇപ്പം വേണ്ടത് നമുക്കൊരു 10,000 കോടി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അതിന് സെൻട്രൽ ഗവൺമെന്റ് സെപ്പറേറ്റ് ഒരു ഫണ്ട് NCDC ത്രൂ തരണമെന്നാണ് എൻ്റെ ഒരു വാല്യൂ. കഴിഞ്ഞില്ലേ? ഇതിപ്പോഴത്തെ ഒരു ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമായിട്ടില്ല. മന്ത്രി മര്യാദയ്ക്ക് ഇരുന്നില്ല. നിങ്ങൾക്കെല്ലാം വേഗം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ്. ഏത് ഒരു മാസം കൊണ്ടാവും? ഒരു മാസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കേസ് അതാ എനിക്കറിയില്ല. 2-3-4 മാസം എടുക്കാൻ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു 90 ദിവസം സമയം കൊടുക്കുക. ധർമ്മടം ഒരു 90 ദിവസം സമയം കൊടുക്കും. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം, എല്ലാവരെ പറ്റി പറയാം. This is Hindu Yugam TV. Thank you for watching. Stay connected for more updates on current affairs,
culture, development, and issues that matter. Like, share, and subscribe to Hindu Yugam TV.